ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മല്ലു നോക്കോട്ട്. എന്റെ പൊന്നെ, ഞാനില്ലേ കുറേയൊന്നും ചില പെർഫോമൻസ് ഇങ്ങനെ ഷോക്കായിട്ടുള്ള അങ്ങനെ ചില സമയത്ത് ചില പെർഫോമൻസ് കൊണ്ട് ഷോക്കായിട്ടുള്ളത് അങ്ങനെ ഷോക്കായിട്ട് കിളി പോയൊരു പെർഫോമൻസ് ആയിരുന്നു. എന്റെ പൊന്നോ പീറ്റർ ഞാൻ കൈയടിച്ച് ഇവിടെ നിന്ന് റഷ്യ കേൾക്കണം, അത്ര ശക്തിയിൽ കൈയടിച്ചാലും ശരിയാവൂല. എന്റെ പൊന്നോ, കാരണമില്ലേ, ഞാൻ പീറ്ററിന് ഒരു ചാൻസും കൊടുത്തിരുന്നില്ല, ഒരു പഞ്ചേഴ്സ് ചാൻസ് മാത്രം കൊടുത്തിരുന്ന റഷ്യയിൽ മുമ്പ് KO കാരണം വേറെ ഒന്നുമല്ല. ഇത്രയും നാള് മെരാബിന്റെ ഒരു പതനം, മെരാബിന്റെ ഒരു കയറ്റം സമയത്ത് പീറ്റർ തോക്കനുണ്ടായി, ജയിക്കനുണ്ടായി. പിന്നെ മെരാബായിട്ട് ഒരു ജയിക്കനുണ്ടായെങ്കിലും മെരാബിന്റെ പെർഫോമൻസ് നമ്മ എല്ലാരും ഇങ്ങനെ ഞെട്ടിപ്പോണേ, ഉമാറിനെ ചെയ്യണ കണ്ടിട്ട് ഒക്കെ. പക്ഷെ ഇപ്പൊ വന്ന് കാണിച്ച ഞാൻ എന്റെ പൊന്നേ, ഞാൻ റിയലി ഷോക്ക് ദ വേൾഡ്. ലൈക്ക് ഒരു ഫ്ലാഷ് നോക്കൗട്ട് ആയിരുന്നെങ്കിൽ ഇത്രയും ഷോക്ക് ആവില്ലായിരുന്നു. ഇത് ഔട്ട് പെർഫോം ചെയ്ത് മെരാബിനെ ടേക്ക് ഡൗൺ ചെയ്തിട്ട് ഹെഡിൽ കൊണ്ടുപോയി ലാൻഡ് ചെയ്ത്. ഇതൊക്കെ ഒരിക്കലും നടക്കുമെന്ന് വിചാരിച്ച കാര്യങ്ങളല്ല. എന്റെ പൊന്നോ, ഞാൻ ശരിക്കുമില്ലേ ഇതവിടെ ശരിക്കും സ്തംഭിച്ച ഫൈറ്റ് കഴിഞ്ഞ് ഞാൻ വിന്നറാന്നുള്ളപ്പോൾ ഓട്ടോമാറ്റിക് ആയിട്ട് കൈ ഇങ്ങനെ അറിയാണ്ട് ഇങ്ങനെ കൊട്ടിപ്പോയി. ഫൈറ്റ് തന്നെ എടുത്തു നോക്കിയേ, ഫസ്റ്റ് റൗണ്ടിൽ തന്നെ മെരാബ് ഫസ്റ്റ് റൗണ്ട് വലിയ ആക്ഷൻ ഒന്നും ഉണ്ടായില്ല, അങ്ങോട്ട് ബാക്ക് ആൻഡ് ഫോർത്ത് സഹിക്കാൻ പറ്റും. പക്ഷെ എന്താ പ്രത്യേകിച്ചില്ലേ, ഞാൻ ഇവിടെ ടേക്ക് ഡൗൺ സ്റ്റഫ് ചെയ്ത് കഴിഞ്ഞ ഫൈറ്റിൽ ഞാൻ 10-37 ടേക്ക് ഡൗൺ സ്റ്റഫ് ചെയ്താണ്. പക്ഷെ എന്നാലും ഈ പ്രാവശ്യം സ്റ്റഫ് ചെയ്ത് മാത്രമല്ല, സ്റ്റഫ് ചെയ്ത് എണീറ്റ് വന്നിട്ട് എക്സ്ചേഞ്ചിലില്ലേ മെരാബ് 1-2 പഞ്ച് കൊടുക്കുന്നുണ്ട്. പക്ഷെ ഞാൻ്റെ 2 പഞ്ച് കൊള്ളുമ്പില്ലേ മെരാബിന് ഡാമേജ് വരാണ്. 4 പ്രാവശ്യമാണ് ബോഡി ഹെർട്ട് ചെയ്ത്. പിന്നെ മെരാബിന്റെ ആ ഇത്രയുള്ള മുഖമില്ലേ ഇടിച്ച് അവസാനം ഡാമേജ് എന്നൊക്കെ പറഞ്ഞില്ല, ഇത്രയും ഡാമേജ് കൊടുത്തൊരു ഫൈറ്റ്. ശരിക്കും മെരാബിന്റെ ഡാമേജ് ഒടുക്കത്തെ ഡാമേജ് ആയി പോയി. നിങ്ങളുടെ റെഫറിയുടെ സ്കോർ കാർഡ് കണ്ടുപോയിക്കോട്ടെ, 49-46 മെരാബിന് തോപ്പിക്കണം എന്നൊക്കെ പറഞ്ഞ എന്റെ ശരിക്കും ഒരു അൺബിലീവബിൾ തിങ് ആണ്. കാരണം പിന്നെ അതൊരു കാര്യം സംസാരിക്കണോട്ടാ, ഒരു കൊല്ലത്തിൽ 4 പ്രാവശ്യം വെയിറ്റ് കട്ട് ചെയ്ത് മെരാബിനെ എന്തോരം ബാധിച്ചെന്ന്. കാരണം അതും നമ്മ എടുത്തു പറയേണ്ട ഒരു ഫാക്ടറാണ്. ഫൈറ്റിന് മുമ്പ് പറഞ്ഞേച്ചാണെന്നാലും മെരാബ് 4ാമത്തെ പ്രാവശ്യമാണ് ഈ വെയിറ്റ് കട്ട് ചെയ്തേക്കണം. അപ്പൊ അതുകൊണ്ട് മാത്രം തോറ്റിയെന്നോട്ട് എക്സ്ക്യൂസ് ഞാൻ പറഞ്ഞു. 4 പ്രാവശ്യമൊക്കെ ഒരു കൊല്ലത്തിൽ ശരീരം റിക്കവർ ആവാണ്ട് 10-15 കിലോ ഒറ്റ 2-3 ദിവസം കൊണ്ട് കട്ട് ചെയ്ത് അല്ലെങ്കിൽ ആ ക്യാമ്പ് മൊത്തം രജിസ്റ്റർ ചെയ്ത് പറഞ്ഞാൽ ബോഡിക്ക് ഡാമേജ് ആണ്. അപ്പൊ അതൊരു ഫാക്ടർ മാത്രം. പക്ഷെ എന്തൊക്കെ പറഞ്ഞാലും പീറ്ററിന്റെ പെർഫോമൻസ് ഇല്ല, ഒന്നും പറയാനില്ല. സെക്കൻഡ് റൗണ്ട് മെരാബിന് ടേക്ക് ഡൗൺ സ്റ്റഫ് ചെയ്ത അവസാനം പീറ്റർ 2 ടേക്ക് ഡൗൺ ലാൻഡ് ചെയ്ത്. സ്ട്രൈക്കിങ്ങിലാണെങ്കിലും ഇല്ലേ മെരാബ് കൊള്ളിക്കണമെങ്കിലും എല്ലാം പ്രതീക്ഷ. ജാബാണ് പീറ്റർ ഇതിനകത്ത് ഏറ്റവും കൂടുതൽ യൂട്ടിലൈസ് ചെയ്ത. കാരണം പീറ്ററിന്റെ ജാബില്ലേ ഓൾമോസ്റ്റ് മിക്ക ജാബിൽ ലാൻഡ് ചെയ്യുന്നുണ്ടായി. അപ്പൊ ആ ജാബ് അങ്ങനെ ലാൻഡ് ചെയ്യാനുണ്ട് നമ്മുടെ ചെക്കനില്ലേ ടേക്ക് ഡൗൺ ചെയ്യാൻ വരണ സമയത്ത് ആ ഹൃദം കിട്ടണില്ല. മെരാബിനെ എപ്പോഴും ഇങ്ങനെ ടേക്ക് ഡൗൺ ചെയ്യാൻ നോക്കൂലേ, ഈ ഹൃദം അങ്ങോട്ട് ബ്രേക്ക് ചെയ്യാണ്. കുറെയൊക്കെ മെരാബ് എൻട്രി നടത്തി ഏജന്റേക്കോടെ എൻട്രി നടത്തിയെങ്കിലും ഇവിടെ മെരാബ് ഓരോ പ്രാവശ്യം എൻട്രി നടത്തുമ്പോഴും ചെക്കന്റെ ജാബ് ഇങ്ങനെ പെർഫെക്റ്റ് ആയിട്ട് ജാബ് കൊണ്ട് ഇങ്ങനെ ഹെഡ് സ്റ്റാപ്പ് ആവാനുണ്ടായി. ജാബ് അതിനാണ് പുള്ളിക്ക് ഫൈറ്റ് ചെയ്തത്. ജാബിന്നാണ് പുള്ളി എല്ലാം സെറ്റ് ചെയ്തത്. പിന്നെ ഹാൻഡ് എന്റെ പൊന്നു 2-3 പ്രാവശ്യം എറിഞ്ഞ ക്രോസും മുക്കൊക്കെ ഇല്ലേ മെരാബ് ഇങ്ങനെ അടിച്ചുകൊള്ളാനുണ്ടായി. പിന്നെ ആ ബോഡി കിക്ക് പെർഫെക്റ്റ് ടൈമിങ് കൊണ്ടിട്ടില്ലേ മെരാബ് അലറി വിളിച്ചിട്ട് റീപ്ലേ എടുത്ത് കാണിച്ച്. ഇത്രയും ഒരു അത് മാത്രമല്ല ഫൈറ്റ് കഴിഞ്ഞപ്പോ തന്നെ ജോറോഗന് പറഞ്ഞു ഐ തിങ്ക് ഞാൻ ഗോട്ട് ഇറ്റ്, DC ഗോട്ട്. ഞാൻ ഫൈറ്റ് കഴിഞ്ഞപ്പോ വിചാരിച്ചിട്ടാ ഞാൻ തന്നെ ജയിച്ചെന്ന്. കാരണം എനിക്ക് വലിയ സംശയമൊന്നും ഉണ്ടായില്ല. പക്ഷെ എന്നാലും മെരാബ് ഫസ്റ്റ് 2 റൗണ്ട് ജയിച്ചെന്നൊക്കെ DC പറയണുണ്ടായി. അപ്പൊ അങ്ങനെയൊക്കെ പറഞ്ഞപ്പോ കൺഫ്യൂഷൻ കിട്ടി. എന്നാലും ഒന്നും പറയണല്ലോ, ഹാറ്റ്സ് ഓഫ് കംപ്ലീറ്റ്ലി. ശരിക്കും ലൈക്ക് ഒരു ഡോക്യുമെന്ററി വേണം ഈ ഹൗ ടു ബീറ്റ് മെരാബ് എന്ന് പറഞ്ഞാൽ ഈ ഞാനിപ്പോ കാണിച്ച പെർഫോമൻസ്. ടേക്ക് ഡൗണില് മാച്ച് ചെയ്ത് സ്റ്റഫ് ചെയ്ത് 2 പ്രാവശ്യം മെരാബിനെ ടേക്ക് ഡൗൺ ചെയ്ത്. പിന്നെ 1 പ്രാവശ്യം മെരാബ് ഗിലറ്റിൻ അറ്റംപ്റ്റ് ഒക്കെ നടത്തിയെങ്കിലും ഗിലറ്റിൻ അറ്റംപ്റ്റ് ഒക്കെ ഞാൻ്റെ ഡിഫൻസീവ് കൊണ്ട് എണീറ്റി. പിന്നെ 2-3 പ്രാവശ്യം ഞാൻ ചെയ്ത ടേക്ക് ഡൗൺസ് ഭയങ്കര ഇഷ്ടപ്പെട്ട്. ആകെ 2 ടേക്ക് ഡൗൺ ചെയ്ത് എന്നാലും കിട്ടില്ല. 2 പ്രാവശ്യം ടേക്ക് ഡൗൺ ഞാൻ ചെയ്തു. പിന്നെ 1 പ്രാവശ്യം ഞാൻ മെരാബിന്റെ ബാക്ക് ടേക്ക് ചെയ്തേക്കണം. അങ്ങനെയൊക്കെ സംഭവിക്കുമെന്ന് വിചാരിച്ചില്ല. ശരിക്കും എല്ലാവരും ഞെട്ടിച്ചേർന്നുണ്ട്. ഇങ്ങനെ ഞാൻ ജയിക്കും എന്ന് പ്രെഡിക്റ്റ് ചെയ്തേക്കണവരുണ്ടാവും. ഇപ്പൊ ഒരു കമന്റ് ഇന്നലെ അടുത്തും പറഞ്ഞ ഞാൻ അണ്ടർവശിരുന്നു, പുള്ളി അടിപൊളിയായിട്ട് പറഞ്ഞിട്ടുണ്ടായി. പക്ഷെ ആ പുള്ളി പോലും പറയൂല ഞാൻ ഇങ്ങനെ ജയിക്കുമെന്ന് ഒരാൾ പോലും
വിചാരിച്ചിട്ടുണ്ടാവില്ല. ഒരാൾ പോലും ഞാൻ ഇങ്ങനെ ജയിക്കുമെന്ന് വിചാരിച്ചിട്ടുണ്ടാവില്ല. ഞാൻ പറഞ്ഞുതരാം. പ്രസിഡന്റ് എന്ന് പറഞ്ഞാൽ തരിച്ചു രോമ. ഇവിടെ മാത്രമല്ല, ഇവിടെ എല്ലായിടത്തും ഒക്കെ തരിച്ചു രോമം പെർഫോമൻസ് കണ്ടിട്ട്. ഞാൻ അങ്ങനെ ഞാൻ്റെ ഫാനൊന്നും അല്ല, പക്ഷെ ഈ പെർഫോമൻസ് കൊണ്ട് അങ്ങോട്ട് കൈയടിച്ചു പോയി. പിന്നെ ഈ ഒരു കിടിലൻ കാർഡായിരുന്നു കേട്ടോ. കിടിലൻ കാർഡ് എന്ന് പറഞ്ഞാൽ ഒന്നും പറയാത്തൊരു കാർഡായിരുന്നു. മിക്കതും ഫിനിഷായിരുന്നു. പിന്നെ അടുത്ത ഫൈറ്റില് ജോഷുവ വാൻ യങ്ങസ്റ്റ് 2000 ശേഷം ചാമ്പ്യൻ ബർത്ത്ഡേ ജയിച്ചേക്കണ ചാമ്പ്യൻ ആയിക്കണ ഏക ഫൈറ്റർ. അതിനെപ്പറ്റി പറയാനുള്ളത് വേറൊന്നുമില്ല. ഒരു വേസ്റ്റ് പോസിബിൾ വേ നിവനിക്കാനും അത് എന്തായാലും റീമാച്ച് ഉണ്ടാവും. പക്ഷെ ഫൈറ്റിനിടയിൽ താഴെ വീണ് ലാൻഡ് ചെയ്തപ്പോ മാനേജറെ കൈ ഇവിടെ നിന്ന് ഇങ്ങാട് ഒടിഞ്ഞുപോയി. അത് ഒന്നും പറയാനില്ല. അൺഫോർച്ചുനേറ്റ് ഇവന്റ്. ഫൈറ്റിനെ പറ്റി ഒന്നും പറയാനൊന്നും ഉണ്ടായില്ല. ഒരു റോഡ് പോലെ തുടങ്ങി, അപ്പൊ തന്നെ അവസാനിച്ച്. അത് സീനായിരുന്നു. ജിയാറുടെയും ഫൈറ്റ് ആയിരുന്നു അത്. ഞാൻ ഫൈറ്റ് ശരിക്കും മര്യാദക്ക് എനിക്ക് കാണാൻ പറ്റിയില്ല. ഇവിടെ കുറച്ച് ടെക്നിക്കൽ ഇഷ്യൂ ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ കണ്ടത് അതൊരു ഏർലി സ്റ്റോപ്പേജ് ആയിരുന്നിട്ടാ. ഫൈറ്റ് ഇവിടെ സാധനം തിരിച്ചു വന്നപ്പോഴേക്കും കേബിൾ വന്നപ്പോഴേക്കും ഒരു ഏർലി സ്റ്റോപ്പേജ് ആയിട്ട് എനിക്ക് തോന്നി. കാരണം കുറച്ചും കൂടി ഒരു അവസരം കൊടുക്കായിരുന്നു. ആ ഫൈറ്റിനെ പറ്റി ഞാൻ പിന്നെ സംസാരിക്കാം. പിന്നെ ജാൻ ബ്ലഹോവിച്ചിന്റെ ഫൈറ്റ് ഇല്ലേ, എനിക്ക് ജാൻ ബ്ലഹോവിച്ചിന്റെ ഫൈറ്റ് ഭയങ്കര ഇഷ്ടപ്പെട്ടു. കാരണം ഒരു ഫസ്റ്റ് റൗണ്ട് ജാൻ ബ്ലഹോവിച്ച് ജയിച്ച് ചുമ്മാ. പക്ഷേ സെക്കൻഡ് റൗണ്ട് കുസ്കോവ് തിരിച്ചു വന്നത് ഭയങ്കര ഇഷ്ടപ്പെട്ടു. കാരണം കുസ്കോവ് നൈസായിട്ട് ടേക്ക് ഡൗൺ ചെയ്തല്ല, നോക്ക് ഡൗൺ ചെയ്ത് പിന്നെ താഴേക്കറി ഒരു 10 കൊടുത്തു. അത് 10-8 റൗണ്ട് ആയിട്ടാണ് എനിക്കും തോന്നിയത്. പിന്നെ തേർഡ് റൗണ്ട് പിന്നെ ജാൻ ബ്ലഹോവിച്ച് തിരിച്ചു വന്ന്. അപ്പൊ പിന്നെ വേറൊന്നും പറയാനില്ല. അത് കറക്റ്റ് ഡ്രോ തന്നെയായിരുന്നു. പിന്നെ എൻട്രി സഗൂഡോയുടെ ഫൈറ്റ് കൊണ്ട് മനസ്സിലായത് പേറ്റൻ ടാബറ്റ് ലെജിറ്റ് ആണ് ട്ടാ. ടാബറ്റ് ലെജിറ്റ് ഫൈറ്റർ ആണ്. കാരണം ഇതിനു മുമ്പ് ഒരു ഫൈറ്റ് തോറ്റപ്പോഴേക്കും ടാബറ്റിനെ എഴുതി തള്ളിയായിരുന്നു. വലിയ പൊട്ടൻഷ്യൽ ഞാൻ കൊടുത്തില്ല. ഞാൻ വിചാരിച്ച ഒരു റെസ്ലർ വരുമ്പോഴേക്കും തോറ്റു പോകുമെന്നാണ്. പക്ഷെ പുള്ളി ടേക്ക് ഡൗൺ സ്റ്റഫ് ചെയ്ത്, ടേക്ക് ഡൗൺ ഡിഫെൻഡ് ചെയ്ത്, ബാക്ക് ചെയ്ത്, ഔട്ട് സ്ട്രൈക്ക് ചെയ്ത് ലെജിറ്റ് ഫൈറ്റർ ആണ്. ഒരു ഫ്യൂച്ചർ സ്റ്റാർ ആണെന്ന് നമ്മളെ തെളിയിച്ചു കളഞ്ഞു. പിന്നെ അതൊന്നും പറയാനില്ല, വൺ ഓഫ് ദ ബെസ്റ്റ് കാർഡായിരുന്നു. പക്ഷെ എന്തൊക്കെ പറഞ്ഞാലും ഈ കാർഡിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടതും ഏറ്റവും കൂടുതൽ അൺബിലീവബിൾ പീറ്ററുടെ പെർഫോമൻസ് ആയിരുന്നു. എന്തൊക്കെ പറഞ്ഞാലും പീറ്ററിനെ പുകഴ്ത്തി പറഞ്ഞ കാര്യം. കാരണം അത്രയും ഡോമിനന്റ് ആയി വന്നേച്ച ഒരാളാണ് മെരാബ്. ടേക്ക് ഡൗൺ സ്റ്റഫ് ചെയ്ത്, ഔട്ട് സ്ട്രൈക്ക് ചെയ്ത്, ചില സീക്വൻസിൽ ഔട്ട് ഗ്രാപ്പിൾ ചെയ്ത്, ഒന്നും പറയാനില്ല. വൺ ഓഫ് ദ ബെസ്റ്റ് പെർഫോമൻസ് ഓഫ് ദി ഇയർ ലിജിറ്റ്, ഒന്നും പറയാനില്ല. പിന്നെ ഈ ഫൈറ്റിനെ പറ്റി പറയാൻ പറ്റില്ല. അസ്ലാൻ വീസസ് ബാരണോസ്കി. നിങ്ങില്ലേ ഏതെങ്കിലും ഒരു UFC ഫാനിന് ഒരു ഫൈറ്റ് കാണിച്ചു ഫസ്റ്റ് ടൈം കാണിച്ചോണെങ്കിൽ ഈ ഫൈറ്റ് എടുത്താൽ മതി. വൺ ഓഫ് ദ ഗ്രേറ്റസ്റ്റ് ഫൈറ്റ് ഐ ഹാവ് എവർ സീൻ. ബാക്ക് ആൻഡ് ഫോർത്ത് അസ്ലാൻ എന്ന് പറഞ്ഞവനടിക്കും, ബാരണോസ്കി എന്ന് പറഞ്ഞവനടിക്കും. അവസാനം ബാരണോസ്കി TKO ചെയ്ത് കളഞ്ഞി. വൺ ഓഫ് ദ ബെസ്റ്റ് ഫൈറ്റ്. ആ ഫൈറ്റ് ഒന്നുകൂടി റീവാച്ച് ചെയ്തോട്ടാ. മിക്കവരും ഉറങ്ങണേക്ക് 5:30. ഞാൻ 5:30 എണീറ്റപ്പോ കണ്ടാണ്. ഒന്നും പറയാനില്ല. ഇത് വൺ ഓഫ് ദ ബെസ്റ്റ് കാർഡ്സ് ആയിരുന്നു. ഒരുപാട് ഫിനിഷ് സ്പെക്ടാക്കുലർ ആയിരുന്നു. സൈൻ ഓഫ് ചെയ്ത വൺ ഓഫ് ദ ഗ്രേറ്റസ്റ്റ് പെർഫോമൻസ് ഓഫ് ഓൾ ടൈം. അധികം ഒന്നും പറയാനില്ല. ഞാൻ ആ ഫൈറ്റിന്റെ എക്സൈറ്റ്മെന്റിൽ അടുത്താണ്. അനലൈസിംഗ് പോയിന്റിലൊന്നും പറയാൻ പറ്റിയിട്ടില്ല. അതൊക്കെ പിന്നെ പറയാം. അപ്പൊ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബും ചെയ്യുക.